ഉത്തര കൊറിയൻ മാധ്യമമായ KNCA ഔദ്യോഗികമായി പുറത്തുവിട്ട ന്യൂസാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ അണുവായുധ ശേഖരണത്തിനായി ഉത്തര കൊറിയ പദ്ധതിയിടുന്നു എന്നത്. ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതിനു ശേഷമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവശക്തി നിർമ്മിക്കാൻ കിം ജോങ് ഉൻ പദ്ധതിയിടുന്നതായി സർക്കാർ മാധ്യമമായ KNCA അറിയിച്ചത്. ഈ പ്രസ്താവന നടത്തിയ ചടങ്ങിൽ വെച്ച് അദ്ദേഹം നിരവധി സൈനിക ഉദ്യോഗസ്ഥരെ ഉയർന്ന തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് ആണവ യൂണിറ്റുകൾ ഉത്തര കൊറിയയ്ക്ക് സ്വന്തമാകും വിധം പ്രതിരോധം ശക്തമാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചടങ്ങിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആണവ ശേഖരണവും മിസൈലുകളും സംയോജിപ്പിച്ച് അവയുടെ പ്രവർത്തനക്ഷമത പരീക്ഷിച്ചതോടെ ഉത്തര കൊറിയ തങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നവംബർ 18 ഉത്തര കൊറിയ ജപ്പാന്റെ ഭാഗമായ കടലിൽ മിസൈൽ പരീക്ഷിച്ചിരുന്നു. ഇതിനെതിരെ ജപ്പാൻ ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 1990 മുൻപ് തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഉത്തര കൊറിയ. എന്നാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിയ അമേരിക്ക അതിനെ തടയിടാനുള്ള ശ്രമങ്ങൾ മുൻപേ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് US സഖ്യകക്ഷികളുമായുള്ള സൈനിക സഹകരണം, ഉത്തര കൊറിയയ്ക്കെതിരെ വ്യാപകമായ ഉപരോധങ്ങൾ, കയറ്റുമതി നിയന്ത്രണങ്ങൾ എന്നിവ നടപ്പിലാക്കിയത്. ഇതുകൂടാതെ അമേരിക്ക 2 പ്രധാന നയതന്ത്ര കരാറുകൾ കൂടി ഏർപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് ആണവ നിർവ്യാപന കരാറായിരുന്നു. എന്നാൽ 1994 ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തര കൊറിയയുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കിയ അമേരിക്ക ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾ അത് വികസിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യരുതെന്ന് പ്രതിജ്ഞയെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചുകൊണ്ട് ഉത്തര കൊറിയ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ 2002 ഈ കരാറിന്റെ തകർച്ചയെ തുടർന്ന് 2003 ജനുവരിയിൽ വീണ്ടും ഉത്തര കൊറിയ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ അമേരിക്ക വീണ്ടും ഒരു നയതന്ത്ര ശ്രമം ആരംഭിച്ചു. 2003 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ, ഉത്തര കൊറിയ, റഷ്യ, ദക്ഷിണ കൊറിയ, അമേരിക്ക എന്നീ 6 രാജ്യങ്ങളാണ് നയതന്ത്ര ചർച്ചയിൽ പങ്കെടുത്തത്. ഇതനുസരിച്ച് 2005 എല്ലാ ആണവ പരിപാടികളും ഉപേക്ഷിക്കുമെന്ന് ഉത്തര കൊറിയ പ്രതിജ്ഞയെടുത്തു. എന്നാൽ 2009 ഈ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ഉത്തര കൊറിയ റോക്കറ്റ് വിക്ഷേപിക്കുകയും ഇനി അമേരിക്കയുമായി ഒരു കരാറുകളും ഒപ്പുവെക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയുമുണ്ടായി. അതിനുശേഷം 2018 ജനുവരിയിലാണ് കിം ജോങ് ഉൻ രാജ്യത്തിന്റെ ആണവായുധ ശേഖരണത്തെപ്പറ്റി പ്രഖ്യാപിച്ചത്. 2018 മാർച്ചിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കിം ജോങ് ഉൻ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചർച്ചകൾ എങ്ങും എത്തിയില്ല. പിന്നീട് 2019 ഹനോയിൽ നടന്ന യോഗത്തിലും ചർച്ചയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചില്ല. അമേരിക്ക ഉപരോധം നിലനിർത്തിയെങ്കിലും ഉത്തര കൊറിയ റോക്കറ്റ്, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ പരീക്ഷിച്ചു. കൂടാതെ 2020 ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ട്രംപ് ഭരണകൂടം ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമായി നയതന്ത്രം പിന്തുടരുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്കും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉത്തര കൊറിയയ്ക്ക് മേൽ ഉപരോധങ്ങൾ കൊണ്ടുവരാനും അവരെ നിയന്ത്രണത്തിലാക്കാനും സാധിക്കാത്തത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോർത്ത് കൊറിയ എന്ന് പറയുന്നത് എക്കണോമിക്കലി ഒരു സ്ട്രോങ് ആയ രാജ്യമല്ല. എന്നാൽ അവർ അവരുടെ GDPയുടെ 25% ആയുധ ശേഖരണത്തിനാണ് ഉപയോഗിക്കുന്നത്. അമേരിക്ക ഉത്തര കൊറിയയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും രേഖകളിൽ കൃത്രിമം കാണിച്ചും രഹസ്യമായി കപ്പലിൽ നിന്ന് ചരക്ക് കൈമാറ്റം ചെയ്തും പണം സമ്പാദിക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിച്ചു. ഉത്തര കൊറിയയുടെ പ്രധാന കയറ്റുമതി കൽക്കരിയാണ്. എന്നാൽ ഉപരോധത്തിന് ശേഷം കൽക്കരിയുടെ കയറ്റുമതിയും UN നേഷൻസ് ബാൻ ചെയ്തിരുന്നു. എന്നാൽ അവിടെയും ഉത്തര കൊറിയ തന്ത്രപ്രധാന നീക്കങ്ങൾ നടത്തി. ചൈനയുമായി കരാറുണ്ടാക്കി കൽക്കരികൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു. അടുത്തതായുള്ള ഒരു പ്രധാന പോയിന്റ് നോർത്ത് കൊറിയയുടെ കള്ളക്കടത്താണ്. നിയമവിരുദ്ധമായ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും, വ്യാജ ഉപഭോക്തൃ വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, വന്യജീവിക്കടത്ത്, വ്യാജ കറൻസി, തീവ്രവാദം എന്നിവ ഉത്തര കൊറിയൻ ഗവൺമെന്റിന്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഈ വരുമാനം ഉപയോഗിച്ചാണ് ആണവ പ്രൊജക്ടുകൾ, ആയുധ ഉൽപാദനം എന്നിവ നടക്കുന്നതും രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നതും. അതിനാൽ തന്നെ ജനങ്ങളും ഇതിനെതിരെ ശബ്ദിക്കാറില്ല. ഇതുകൊണ്ടൊക്കെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്രയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും വിലക്ക് കൽപ്പിക്കുകയും ചെയ്തിട്ടും വീണ്ടും ഉത്തര കൊറിയ അതിനെല്ലാം നിഷ്പ്രഭമാക്കി ആണവശക്തി നിർമ്മിക്കുന്നത്. അവരുടെ അനധികൃത സ്വത്ത് സമ്പാദനവും അതിനുവേണ്ടി അവർ പ്രയോഗിക്കുന്ന നിയമവിരുദ്ധ കാര്യങ്ങളും അവസാനിക്കാത്തിടത്തോളം അവരുടെ മേൽ ഒരു നിയന്ത്രണവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ക്ലിക്ക് ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.